UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. നാളെ പ്രധാനമന്ത്രിയായ അധികാരമേൽക്കാനിരിക്കെ പുതിയ എണ്ണ പ്രകൃതിവാതക ഖനനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആൻഡി ബേർണാം ലേബർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അധികാരമേറ്റാൽ ഉടനെ വടക്കൻ കടലിൽ പുതിയ പര്യവേക്ഷണ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നു. തിങ്കളാഴ്ച തന്നെ ഇത് സംബന്ധിച്ച തീരുമാനം പുറത്തുവരുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ നൽകിയിരുന്ന സൂചനയെങ്കിലും അത് പിന്നീട് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അധികാരമേറ്റ ഉടനെ തന്നെ ആൻഡി ബേർണാം വടക്കൻ കടലിൽ പുതിയ പര്യവേക്ഷണ പദ്ധതികൾ ആസൂത്രണത്തിന്റെ ഭാഗമായി എണ്ണ പ്രകൃതിവാതക ഖനനങ്ങൾ ആരംഭിച്ചുകൊണ്ട് ലേബർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയേക്കുമെന്ന് റിപ്പോർട്ട്. നോർത്ത് സീ പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പക്ഷേ ബേർണാമിന്റെ ക്യാമ്പ് പുറത്തുവിട്ടിട്ടില്ല. പുതിയ പര്യവേഷണ ലൈസൻസുകൾ നൽകുമോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. നിലവിലെ പര്യവേഷണ ലൈസൻസുകൾ തുടരുമെന്നും പുതിയവ നൽകില്ല എന്നുമായിരുന്നു 2024 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ലേബർ പാർട്ടി നൽകിയ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ പുതിയ ലൈസൻസ് നൽകാതെ നിലവിലെ ഉൽപാദന കേന്ദ്രങ്ങളെ സമുദ്രത്തിലെ എണ്ണ പ്രകൃതിവാതക പാടകങ്ങളെ പൈപ്പുകൾ വഴി ബന്ധിപ്പിക്കുന്ന ടൈബാക്ക് സംവിധാനമായിരിക്കും ഏർപ്പെടുത്തുക എന്നൊരു അഭ്യൂഹവും പരക്കുന്നുണ്ട്. അങ്ങനെയായാൽ സാങ്കേതികമായി പ്രകടന പത്രികയിലെ വാഗ്ദാനം ലംഘിക്കപ്പെടാതെ പുതിയ ഖനനം ആരംഭിക്കാൻ കഴിയും. എന്നിരുന്നാലും ഇത്തരമൊരു നടപടി ചില ലേബർ എംപിമാരെയും പരിസ്ഥിതിവാദികളെയും പ്രകോപിപ്പിച്ചേക്കാമെന്നാണ് ദി ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്നലെ എംപിമാർക്കിടയിൽ സജീവ ചർച്ചാ വിഷയവും ഇതായിരുന്നു. വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ബിൽ കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഊർജ്ജ സുരക്ഷയും കാര്യമായി പരിഗണിക്കാതെ പുതിയ ഖനനം വരുത്തിയേക്കാവുന്ന പരിസ്ഥിതി ആഘാതത്തിൽ ഊന്നിയായിരുന്നു പ്രധാനമായും ചർച്ചകൾ നടന്നത്. പുതിയ ഖനനത്തിനുള്ള ലൈസൻസുകൾക്ക് മുൻ കൺസർവേറ്റീവ് സർക്കാർ അനുമതി നൽകിയിരുന്നെങ്കിലും ഒരു സ്കോട്ടിഷ് കോടതി കഴിഞ്ഞ വർഷം അത് റദ്ദാക്കിയിരുന്നു. പുതിയ ഖനനം ആരംഭിക്കുന്നതിന് മുൻപായി സർക്കാർ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞായിരുന്നു കോടതി അനുമതി നിഷേധിച്ചത്. നിലവിലെ എനർജി സെക്രട്ടറിയായ എഡ് മിലിബാൻഡ് റോസ്ബാങ്ക് എണ്ണപ്പാട ലൈസൻസുമായി ബന്ധപ്പെട്ട നടപടിയെ പരിസ്ഥിതിക്ക് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ജീവിത ചെലവുകൾ കുറയ്ക്കുന്നതിനായിരിക്കും താൻ പ്രഥമ പരിഗണന നൽകുക എന്ന് ആൻഡി ബേർണാം വെള്ളിയാഴ്ച ലേബർ എംപിമാരുടെ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തിങ്കളാഴ്ച ഒരിക്കൽ കൂടി ബ്രിട്ടൻ പുതിയ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ പരിഹാരം തേടിയുള്ള 6 പ്രധാന രാഷ്ട്രീയ പ്രതിസന്ധികളാണെന്ന് കീർ സ്റ്റാർമറുടെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫായ സ്യൂഗ്രേ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം അവർ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി മടങ്ങി വന്നിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ജീവിത ചെലവ് കുറയ്ക്കുക എന്നതാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. അധികാരമേറ്റ് ആദ്യ ആഴ്ചകളിൽ തന്നെ പരിഹാരം കാണാൻ ബേർണാമിന്റെ മുന്നിലുള്ളത് ഈ 6 രാഷ്ട്രീയ പ്രതിസന്ധികൾ എന്നുള്ള വിവരം പുറത്തുവിട്ട് കീർ സ്റ്റാർമറുടെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫായ സ്യൂഗ്രേ ജീവിത ചെലവ് കുറയ്ക്കുക, സ്വകാര്യ മേഖലയിൽ വാടക 1 വർഷത്തേക്ക് വർദ്ധിപ്പിക്കാതെ മരവിപ്പിക്കുക, ബസ് ചാർജ് ക്യാപ് കുറയ്ക്കുക, ഹരിത നികുതികൾ എനർജി ബില്ലിൽ നിന്നും നീക്കുക തുടങ്ങിയ പദ്ധതികൾ ഇതിനായി പരിഗണനയിലുണ്ട് എന്നാണ് ബേർണാമുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. മറ്റൊന്ന് പ്രതിരോധ ചെലവാണ്. പ്രതിരോധ ബജറ്റിൽ 4.7 ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്തിയാണ് സ്റ്റാർമർ പ്രധാനമന്ത്രി പദം വിട്ടൊഴിയുന്നത്. ഇത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. അതിജീവനത്തിനായി തത്രപ്പെടുന്ന തെംസ് വാട്ടർ കമ്പനി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതാണ് മൂന്നാമത്തെ തലവേദന. 10 ബില്യൺ പൗണ്ടിന്റെ ഒരു റെസ്ക്യൂ പാക്കേജിനായി കമ്പനി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത്തരം നീക്കങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് എൻവിറോൺമെന്റ് സെക്രട്ടറി MR റെയ്നോൾഡ്സ് റെഗുലേറ്റർക്ക് അടുത്തിടെ കത്തയച്ചിരുന്നു. നികുതിദായകരുടെ പണത്തിന്റെ ദുരുപയോഗമാകും അത്തരമൊരു നടപടിയെന്നായിരുന്നു അവർ കത്തിൽ പരാമർശിച്ചിരുന്നത്. പൊളിറ്റിക്കൽ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രശ്നം. പാർട്ടികളിൽ തന്നെ വിപരീത അഭിപ്രായം ഉയർന്നു വന്നതിനാൽ തിരഞ്ഞെടുപ്പ് ബില്ലിന്റെ അടുത്ത ഘട്ടം മുൻ സർക്കാർ വൈകിപ്പിക്കുകയായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്കായി വ്യക്തികൾക്ക് നൽകാൻ കഴിയുന്ന സംഭാവനയുടെ പരിധി നിശ്ചയിക്കുക, ക്രിപ്റ്റോ കറൻസിയിലുള്ള സംഭാവന നിരോധിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ആ ബില്ലിലുണ്ട്. യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായുമുള്ള ബില്ലിന്റെ ബന്ധം മെച്ചപ്പെടുത്തുക മറ്റ് 2 തലവേദനകൾ. അധികാരമേറ്റ് ആദ്യ ആഴ്ചകളിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണമെന്നാണ് സ്യൂഗ്രേ ആവശ്യപ്പെടുന്നത്. കെയർ അലവൻസുമായി ബന്ധപ്പെട്ട പിഴവുകൾ പ്രതിഫലം കൈപ്പറ്റാതെ കെയർ സേവനം നൽകുന്ന നിരവധി കെയർമാരെ കുരുക്കിലാക്കുന്നതാണ് എന്ന് റിപ്പോർട്ട്. അധികമായി കൈപ്പറ്റിയ 20,000 പൗണ്ട് തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് ഇവർക്ക്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 100 കണക്കിന് കെയർമാരെ കഴിഞ്ഞ വർഷം പ്രോസിക്യൂഷൻ നടപടികളുടെ വക്കിലെത്തിക്കുകയും ചെയ്തിരുന്നു. കെയർ അലവൻസുമായി ബന്ധപ്പെട്ട പിഴവുകൾ കാരണം അധികമായി കൈപ്പറ്റിയ 20,000 പൗണ്ട് തിരിച്ചടയ്ക്കണമെന്ന നോട്ടീസ് കെയർമാർക്ക് ലഭിച്ചതോടെ ഇത് വലിയ കുരുക്കായി മാറുമെന്ന് സൂചന. സിസ്റ്റത്തിലെ പിഴവുകൾക്ക് കെയർമാർ ഇരകളാകാതിരിക്കാൻ പുതിയ നടപടികൾ കൈക്കൊണ്ടിട്ടും 2025-26 വർഷത്തിൽ 32,559 അധിക പേയ്മെന്റുകളിലായി 33 മില്യൺ പൗണ്ട് തിരിച്ചടയ്ക്കാനാണ് കെയർമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആധുനിക ലോകത്തിന് യോജിക്കാത്ത കാലഹരണപ്പെട്ട സംവിധാനം ഇപ്പോഴും പ്രയോഗത്തിലിരിക്കുന്നതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമെന്ന് വിമർശകർ കുറ്റപ്പെടുത്തുന്നു. സംവിധാനത്തിൽ പരിഷ്കരണം നടത്തുമെന്ന് മന്ത്രിമാർ പറയുമ്പോഴും കൂടുതൽ കെയർമാർ ശിക്ഷിക്കപ്പെടുകയാണെന്നും അവർ ആരോപിക്കുന്നു. അധികമായി നൽകിയ ബെനിഫിറ്റ് തുകയുടെയും ഔദ്യോഗിക പിഴകളുടെയും ഇരകളായി പ്രതിഫലം പറ്റാതെ പ്രവർത്തിക്കുന്ന കെയർമാർ മാറുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണെന്ന് ലേബർ എംപിയും കെയർമാരുമായി ബന്ധപ്പെട്ട സർവകക്ഷി സഖ്യത്തിന്റെ ചെയർപേഴ്സണുമായ അന്ന ഡിക്സൺ പറയുന്നു.
റുട്ട്ലാൻഡ് കൗണ്ടി കൗൺസിൽ ഇല്ലാതെയാവുകയും അതിനെ ലെസ്റ്റർ അതോറിറ്റിക്ക് കീഴിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ബ്രിട്ടീഷ് ഭൂപടത്തിൽ വലിയൊരു മാറ്റം വരുന്നു. ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറിയ കൗണ്ടിയാണ് റുട്ട്ലാൻഡ്. ഇക്കഴിഞ്ഞ ജൂലൈ 16 വ്യാഴാഴ്ചയായിരുന്നു തദ്ദേശ ഭരണ സെക്രട്ടറി സ്റ്റീവ് റീഡ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ജനപ്രതിനിധി സഭയിൽ നടത്തിയത്. പാർലമെന്റിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അധികാര വികേന്ദ്രീകരണം നടത്തുക വഴി സമ്പത്തും അധികാരവും അവസരങ്ങളും രാജ്യമാകെ സന്തുലിതമായി വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലണ്ടിന്റെ ഭൂപടം മാറുന്നു എന്ന റിപ്പോർട്ട്. റുട്ട്ലാൻഡ് കൗണ്ടി കൗൺസിൽ ഇല്ലാതെയാവുകയും അതിനെ ലെസ്റ്റർ അതോറിറ്റിക്ക് കീഴിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതോടെ ബ്രിട്ടീഷ് ഭൂപടത്തിൽ വലിയൊരു മാറ്റം വരുന്നു എന്നാണ് സൂചന. ഹിൻഗ്ലി, ലോഫ്ബറോ, മെൽട്ടൺ ബോംബ്ര എന്നിവ ഉൾക്കൊള്ളുന്നതായിരിക്കും പുതിയ അതോറിറ്റി. ലെസ്റ്റർ നഗരസഭ ഒരു പ്രത്യേക ഏകതല കൗൺസിലായി തുടരും. നിലവിൽ റുട്ട്ലാൻഡ് കൗണ്ടിയിലെ ജനസംഖ്യ 41,000 മാത്രമാണ്. ഇംഗ്ലണ്ടിലെ 130ലധികം കൗൺസിലുകളെയും 15 മില്യൺ ആളുകളെയും ബാധിക്കുന്ന കൗൺസിൽ പുനഃസംഘടനയുടെ ഭാഗമായിട്ടാണ് ഈ പദ്ധതിയും നടപ്പിലാക്കുക. 134 കൗൺസിലുകൾ ഇല്ലാതെയാവുകയും പ്രദേശങ്ങളെ പുതിയ ഏകതല അതോറിറ്റികൾക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യും. അതേസമയം റുട്ട്ലാൻഡിന്റെ ചരിത്രപരമായ വ്യക്തിത്വം കാത്തുസൂക്ഷിക്കാൻ ഈ നടപടികൾ പിൻവലിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഇതിനായി രൂപം കൊടുത്ത സേവ് റുട്ട്ലാൻഡ് പദ്ധതിയിൽ ഇതുവരെ 7,000-ലധികം പേർ ഒപ്പിട്ടു കഴിഞ്ഞു. റുട്ട്ലാൻഡുകൾ ഒരിക്കലും ഇത്തരത്തിലൊരു നീക്കം ആഗ്രഹിച്ചിട്ടില്ല എന്നും തങ്ങളുടെ തനിമ നിലനിർത്തി ഒറ്റയ്ക്ക് നിൽക്കാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നും MP അലീസിയ കീസ് പറഞ്ഞു. വൈറ്റ് ഹാളിലെ ഉദ്യോഗസ്ഥ വൃന്ദം അവരുടെ സാംസ്കാരിക അസ്തിത്വം ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും MP ആരോപിച്ചു. യൂറോപ്യൻ ഫുട്ബോളിന്റെ തനത് ആക്രമണ ശൈലി മാറ്റുരച്ച ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ വീഴ്ത്തി ഇംഗ്ലണ്ടിന് ലോകകപ്പിൽ ചരിത്രത്തിലാദ്യമായി 3ാം സ്ഥാനം. മയാമിയിൽ നടന്ന അത്യന്തം നാടകീയവും ഗോളുകളാൽ സമ്പന്നവുമായ ലൂസേഴ്സ് ഫൈനലിൽ 4-നെതിരെ 6 ഗോളുകൾക്കാണ് ഫ്രാൻസിനെ ഇംഗ്ലണ്ട് തകർത്തത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ 3ാം സ്ഥാനം നേടാനാകാത്ത ഇംഗ്ലണ്ടിന് തോമസ് ടുഹേലിന്റെ കീഴിലുള്ള ഈ വിജയം പുതിയൊരു ചരിത്ര രചനയായി മാറി. മയാമിയിൽ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ 4-നെതിരെ 6 ഗോളുകൾക്ക് ഫ്രാൻസിനെ ഇംഗ്ലണ്ട് തകർത്തതോടെ ഇംഗ്ലണ്ടിന് ലോകകപ്പിൽ ചരിത്രത്തിലാദ്യമായി 3ാം സ്ഥാനം. ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് മുന്നിലായിരുന്ന ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് 2ാം പകുതിയിൽ ഫ്രാൻസ് തുടരെ ഗോളുകൾ തിരിച്ചടിച്ചെങ്കിലും ഒടുവിൽ കൗണ്ടർ അറ്റാക്കിലൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ വിജയം ഉറപ്പാക്കുകയായിരുന്നു. തോറ്റെങ്കിലും ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാവെ ഇരട്ട ഗോളുകളുടെ ടൂർണമെന്റിലെ തന്റെ ഗോൾ വേട്ട 10 ഉയർത്തി. ഇതോടെ ലയണൽ മെസ്സിയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും താരം സ്വന്തമാക്കി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന്റെ ആക്രമണ ഫുട്ബോളിന് മുന്നിൽ ഫ്രഞ്ച് പ്രതിരോധം പൂർണ്ണമായും തകരുകയായിരുന്നു. കളി തുടങ്ങി 3ാം മിനിറ്റിൽ തന്നെ ഫ്രഞ്ച് താരം ഡിസൈറ ഡുവോയുടെ പാസ് തട്ടിയെടുത്ത് കുതിച്ച ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഡൈക്ലാൻ റൈസ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത തീയുണ്ട ഷോട്ട് ഫ്രഞ്ച് വല കുലുക്കി. ഫ്രാൻസ് ഈ ഞെട്ടലിൽ നിന്ന് മുക്തനാകും മുൻപ് 18ാം മിനിറ്റിൽ റൈസിന്റെ കോർണർ കിക്കിൽ നിന്ന് ഹെഡറിലൂടെ എസ്രി കൊൻസ ഇംഗ്ലണ്ടിന്റെ ലീഡ് 2 ഉയർത്തി. തുടർന്ന് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാരായ ബെല്ലിംഗ്ഹാമും മെസ്സിയും ചേർന്ന് നയിച്ച മുന്നേറ്റങ്ങൾ ഫ്രാൻസിനെ നിഷ്പ്രഭമാക്കി. 37ാം മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡിന്റെ പാസിൽ നിന്ന് ബുക്കായോ സാക്ക ടീമിന്റെ 3ാം ഗോൾ നേടി. ആദ്യ പകുതിയുടെ അധിക സമയത്ത് എബരേച്ചി എസയുടെ മനോഹരമായ അസിസ്റ്റിൽ സാക്ക വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് 4-0 എന്ന അവിശ്വസനീയമായ ലീഡോടെയാണ് ആദ്യ പകുതി അവസാനിപ്പിച്ചത്. എന്നാൽ 2ാം പകുതിയിൽ ഫ്രഞ്ച് കോച്ച് ദിദിയർ ദെഷാംസിന്റെ തന്ത്രങ്ങളും കിലിയൻ എംബാബയുടെ അസാധാരണ ആക്രമണ വീര്യവും കളിയിലെ അന്തരീക്ഷം മാറ്റിമറിച്ചു. 48ാം മിനിറ്റിൽ മിച്ചൽ ഒസിലിസയുടെ അസിസ്റ്റിൽ ബോക്സിനുള്ളിൽ നിന്ന് എംബാബെ ഫ്രാൻസിന്റെ ആദ്യ ഗോൾ മടക്കി. ഈ ഗോളോടെ കിലിയൻ എംബാബെ ലോകകപ്പ് ചരിത്രത്തിൽ എക്കാലത്തെയും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന റെക്കോർഡിലേക്ക് പാഞ്ഞുകയറി. ടിക്കറ്റ് ഫ്രാൻസ് സമനില ഗോളിനായി സർവ്വശക്തിയും എടുത്ത് ആക്രമിക്കുന്നതിനിടെയാണ് മത്സരത്തിന്റെ വിധി നിർണയിച്ച ആ കൗണ്ടർ അറ്റാക്ക് പിറന്നത്. പ്രതിരോധത്തിൽ നിന്നും പന്തുമായി മിന്നൽ വേഗത്തിൽ കുതിച്ച ജൂഡ് ബെല്ലിംഗ്ഹാം ഫ്രഞ്ച് പ്രതിരോധ നിരയെ വെട്ടിച്ച് ബോക്സിനുള്ളിലേക്ക് കട്ടൻ ചെയ്ത് തൊടുത്ത ക്ലിനിക്കൽ ഫിനിഷിംഗ് ഫ്രഞ്ച് വലയുടെ കോണിൽ തറഞ്ഞു. ബെല്ലിംഗ്ഹാമിന്റെ മനോഹര ഗോളോടെ ഫ്രാൻസിന്റെ എല്ലാ തിരിച്ചുവരവ് പ്രതീക്ഷകളും അവസാനിച്ചു. പരിശീലകൻ ദിദിയർ ദഷാംസിന് കീഴിൽ ഇറങ്ങിയ ഫ്രാൻസിന് ഈ തോൽവി നിരാശ സമ്മാനിച്ചുവെങ്കിലും എംബാബയുടെ ചരിത്രത്തിലെ പ്രകടനം അവർക്ക് അഭിമാനമായി. മറുഭാഗത്ത് ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേവരെ 3ാം സ്ഥാനം തൊടാൻ കഴിയാതിരുന്ന 3 ലയൺസിന് ഈ അവിസ്മരണീയ വിജയം വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. യൂറോപ്യൻ ആക്രമണ ശൈലിയുടെ സമ്പൂർണ്ണ വിജയമാണ് ഈ മത്സരത്തിൽ കണ്ടത്. ലൂസേഴ്സ് ഫൈനലിലെ ഈ ഗോളടിപ്പൂരത്തോടെ ലോകകപ്പിലെ 3ാം സ്ഥാനക്കാരെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ആക്രമണ ഫുട്ബോളിന്റെ വിസ്മയ കാഴ്ചകൾക്ക് മയാമി സാക്ഷ്യം വഹിച്ചപ്പോൾ ഇനി ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് വിശ്വവിജയികൾ ആരാണെന്നറിയാനുള്ള ആ മഹാകലാശ പോരാട്ടത്തിലേക്കാണ്. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും നേർക്കുനേർ വരുമ്പോൾ ആരാകും ലോകത്തിന്റെ പുതിയ രാജാക്കന്മാർ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേനലവധി ആഘോഷിക്കുന്നതിനായി അവന്തി വെസ്റ്റ് കോസ്റ്റ് സൗജന്യ ട്രെയിൻ യാത്ര ഒരുക്കുകയാണ്. ലണ്ടൻ നഗരത്തിനെ ഗ്ലാസ്ഗോയുമായും എഡിൻബർഗുമായും ബന്ധിപ്പിക്കുന്ന വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ ഫാമിലി ഹോളിഡേ ചാരിറ്റിയുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പടിഞ്ഞാറൻ മിഡ്ലാൻഡ്സിലൂടെയും വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലൂടെയുമാണ് ഈ ലൈൻ കടന്നുപോകുന്നത്. ലണ്ടൻ നഗരത്തിനെ ഗ്ലാസ്ഗോയുമായും എഡിൻബർഗുമായും ബന്ധിപ്പിക്കുന്ന വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ ഫാമിലി ഹോളിഡേ ചാരിറ്റിയുമായി ചേർന്ന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേനലവധി ആഘോഷിക്കുന്നതിനായി അവന്തി വെസ്റ്റ് കോസ്റ്റ് സൗജന്യ ട്രെയിൻ യാത്ര ഒരുക്കുന്നു എന്ന് റിപ്പോർട്ട്.
സാമ്പത്തിക പരാധീനതകൾ, ഒറ്റപ്പെടൽ, സുരക്ഷിതമല്ലാത്ത ആവാസ സ്ഥാനങ്ങൾ, ഗാർഹിക പീഡനം തുടങ്ങിയവ അനുഭവിക്കുന്നവർക്കായി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഈ പദ്ധതി. മറ്റു വിധത്തിൽ ഒഴിവുകാലം ആസ്വദിക്കാൻ കഴിയാത്തവർക്ക് അതിനായി അവസരമൊരുക്കുന്നതിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു അവന്തി വെസ്റ്റ് കോസ്റ്റ് ഡയറക്ടർ കാത്രിൻ ഒബ്രിയൻ പറഞ്ഞത്. സോഷ്യൽ വർക്കർമാർ, NHS എന്നിവിടങ്ങളിൽ നിന്നുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഫാമിലി ഹോളിഡേ ചാരിറ്റിയായിരിക്കും ഇതിനർഹരായവരെ കണ്ടെത്തുക. വാരാന്ത്യത്തിൽ ചൂടിൽ നിന്നും ചെറിയ രീതിയിൽ ഒരു മോചനം അനുഭവപ്പെട്ടേക്കാമെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത് UK-യിൽ അടുത്തയാഴ്ച മറ്റൊരു ഉഷ്ണതരംഗം കൂടി കാത്തിരിക്കുന്നു എന്നാണ്. ഇന്ന് രാജ്യത്തിന്റെ തെക്കൻ മേഖലകളിൽ താപനില 28 ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വടക്കൻ മേഖലയിൽ 24 ഡിഗ്രി സെൽഷ്യസ് ആയും കുറയും. താപനില 30 ഡിഗ്രിയോ അതിനു മുകളിലോ ആയി തുടർന്ന 13 ദിവസ കാലയളവിന് അന്ത്യം കുറിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 2026-ലെ മൂന്നാമത്തെ ഉഷ്ണതരംഗത്തിന് ഇതോടെ അന്ത്യമാവുകയാണ്. UK-യിൽ 2026-ലെ മൂന്നാമത്തെ ഉഷ്ണതരംഗത്തിന് അന്ത്യമാവുന്നു എന്ന് റിപ്പോർട്ട്. വാരാന്ത്യത്തിൽ ചൂടിൽ നിന്നും ചെറിയ രീതിയിൽ ഒരു മോചനം അനുഭവപ്പെട്ടേക്കാമെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നത് അടുത്തയാഴ്ച മറ്റൊരു ഉഷ്ണതരംഗം കൂടി ബ്രിട്ടനെ പിടികൂടി കഴിഞ്ഞാൽ പതിയെ ഉഷ്ണതരംഗത്തിന് അവസാനമാകുമെന്നാണ്. തെക്ക് കിഴക്കൻ മേഖലയിൽ താപനില 25 ഡിഗ്രിയോ അതിൽ കൂടുതലോ, അതുപോലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ താപനില 28 ഡിഗ്രിയോ അതിൽ കൂടുതലോ ആയി തുടർച്ചയായി 3 ദിവസമെങ്കിലും തുടരുമ്പോഴാണ് ഔദ്യോഗികമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെടുന്നത്. GFS വെതർ മോഡലുകൾ നൽകുന്ന സൂചന ഈ വർഷത്തെ നാലാമത്തെ ഉഷ്ണതരംഗം ഇങ്ങെത്താറായി എന്നാണ്. വരുന്ന വെള്ളിയാഴ്ചയോടെ പടിഞ്ഞാറൻ മേഖലയിൽ താപനില 30 ഡിഗ്രിയോ 31 ഡിഗ്രിയോ ആയി ഉയരുമെന്നാണ് ഈ മാതൃക സൂചിപ്പിക്കുന്നത്. യോർക്ക്ഷയർ പോലെയുള്ള വിദൂര ഉത്തരമേഖലകളിൽ താപനില 29 ഡിഗ്രി സെൽഷ്യസിൽ വരെ എത്തും. വരുന്ന ശനിയാഴ്ച തെക്കൻ ഇംഗ്ലണ്ടിൽ താപനില 33 ഡിഗ്രി സെൽഷ്യസ് വരെയാകും. ഇംഗ്ലണ്ടിന്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വെയിൽസിലെ ചില ഭാഗങ്ങളിൽ താപനില 29 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. അതേസമയം മിഡ്ലാൻഡ്സിലും ഈസ്റ്റ് ആംഗ്ലിയയിലും താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. അടുത്ത ഞായറാഴ്ചയായിരിക്കും ഈ ഉഷ്ണതരംഗത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ. തെക്കൻ ഇംഗ്ലണ്ടിലും മധ്യ ഇംഗ്ലണ്ടിലും താപനില 35 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയായി ഉയരാനിടയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം വെയിൽസിലും വടക്കൻ ഇംഗ്ലണ്ടിലും താപനില 33 മുതൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. സീനായ് ക്രിക്കറ്റ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ നാലാമത് സീനായ് ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 സ്വിൻഡനിലെ മാനിംഗ്ടൺ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. UK-യിലുള്ള പെന്തക്കോസ്ത് യുവാക്കളുടെ കായികപരമായ ഒത്തുചേരലിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ഈ ടൂർണമെന്റ് സൗഹൃദത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം നൽകുമെന്ന് സംഘാടകർ പറഞ്ഞു. UK-യിലുള്ള പെന്തക്കോസ്ത് യുവാക്കളുടെ കായികപരമായ ഒത്തുചേരലിന് വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന സീനായ് ക്രിക്കറ്റ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ നാലാമത് സീനായ് ക്രിക്കറ്റ് ടൂർണമെന്റ് 2025 സ്വിൻഡനിലെ മാനിംഗ്ടൺ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി വലിയ ട്രോഫികളും ആകർഷകമായ ക്യാഷ് പ്രൈസുകളുമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഈ ടൂർണമെന്റിലേക്ക് എല്ലാ കായിക പ്രേമികളെയും സംഘാടകർ സ്വാഗതം ചെയ്തു. UK-യിലെ പ്രസിദ്ധ നോവലിസ്റ്റും ബ്രിട്ടീഷ് എംപറർ മെഡൽ ഹോൾഡറുമായ റോയ് സ്റ്റീഫൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത രൂപീകൃതമായി 10ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ രൂപതയിലെ 6ാമത് ഇടവകയായി കാർഡിഫ് ബ്രിസ്റ്റോൾ റീജിയണിൽപ്പെടുന്ന സെന്റ് തോമസ് മിഷന്റെ തിരുനാൾ ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന തിരുക്കർമ്മങ്ങളോടൊപ്പം ഇന്ന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് സാംബ്രിക്കൽ സെന്റ് തോമസ് മിഷനെ പുതിയ ഇടവകയായി പ്രഖ്യാപിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കും. 2001 ഒരു ചെറു കൂട്ടായ്മയായി തുടങ്ങി പിന്നീട് കാർഡിഫിലും സമീപ പ്രദേശങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുടെ സഹായത്തോടെ വിശുദ്ധ കുർബാന കേന്ദ്രമായും പിന്നീട് പ്രപ്പോസഡ് മിഷനായും മാറിയ കാർഡിഫിലെ സീറോ മലബാർ വിശ്വാസികളുടെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും പൂർത്തീകരണമായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ 6ാമത്തെ ഇടവക ദേവാലയം കാർഡിഫിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അത് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്കും അഭിമാന നിമിഷമായി മാറുകയാണ്. ഇടവക പ്രഖ്യാപനവും തിരുനാളാഘോഷങ്ങളും വലിയ ആത്മീയ ആഘോഷമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് മിഷൻ ഡയറക്ടർ ഫാദർ പ്രജിൽ പണ്ടാര പറമ്പിലിന്റെയും കൈക്കാരന്മാരായ സിബിച്ചൻ ജോസഫ്, സിൽവി സജി എന്നിവരുടെയും നേതൃത്വത്തിലുള്ള മിഷനിലെ കുടുംബാംഗങ്ങൾ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.